നിത്യവും എന്നെ നയിക്കണേ. ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ ഓരോരുത്തരും എങ്ങനെയാണ് ക്രിസ്തുവിന് മുമ്പിൽ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നല്ലൊരു തെളിച്ചം കിട്ടിയ ഒരു ഗോസ്പലാണ്. അതിന് കാരണം ഇന്നൊരു കുഷ്ഠരോഗി യേശുവിനോട് എന്നിട്ട് പറയുകയാണ്, കർത്താവെ, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണം. അതെന്താ അവൻ അങ്ങനെ പറഞ്ഞേ? യേശുവിന് മനസ്സില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ കുഷ്ഠരോഗികളൊക്കെ പാപികളായിട്ടാണ് അന്നത്തെ കാലഘട്ടം കരുതിയിരുന്നത്. ഇപ്പോൾ ഒരു പഴയ നിയമത്തിൻ്റെ ചരിത്രത്തിൽ പാപികളാണ് കുഷ്ഠരോഗം വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ കണ്ടതിൽ വെച്ച് ഒരു പാപമില്ലാത്ത ഒരു ദൈവം അവൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പോൾ അവനറിയാം, ഈ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. തൊട്ടടുത്ത വചനം നമ്മൾ വായിക്കുന്നത് യേശുവിനെ സ്പർശിച്ചു എന്നാണ്. എനിക്ക് തോന്നുന്നു യേശു വെറുതെ സ്പർശിച്ചു എന്നല്ല, പക്ഷെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ യേശു മാറ്റിയത് അവൻ്റെ അസുഖത്തെ മാത്രമല്ല, അവൻ്റെ പാപാവസ്ഥയെ മാത്രമല്ല, അവൻ്റെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളെയും യേശു മാറ്റി.